നെക്സ്റ്റ് ടോപ്പിക്ക് മാസ് ആൻഡ് മൊമെൻറ്റ് കാൽക്കുലേഷൻസ്. കോയിൽ സ്പ്രിങ്സിനെയും വയേഴ്സിനെയും നമുക്ക് സ്പേസിലുള്ള സ്മൂത്ത് കർവ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അവയുടെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് അതായത് ഡെൻസിറ്റി ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് യൂസ് ചെയ്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആ കർവിലെ ആർബിട്രറി ആയിട്ടുള്ള ഒരു പോയിൻ്റ് എക്സ് വൈ സെഡിലുള്ള ഡെൻസിറ്റി ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ആണെങ്കിൽ അവയുടെ മാസും സെൻറ്റർ ഓഫ് മാസും മൊമെൻറ്റ്സും അതുപോലെ റേഡിയസ് ഓഫ് ജൈറേഷനും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുവാനുള്ള ഫോർമുലകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അവയുടെ ഫിസിക്സിലുള്ള കൺസെപ്റ്റ്സ് നമ്മുടെ സിലബസിൽ പഠിക്കുവാനില്ല. സോ നമുക്ക് ഈ ഫോർമുലാസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. തിൻ റോഡ്സിനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റുകളായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അവയും സ്പേസ് കേഴ്സുകളാണ്. സോ ഈ ഫോർമുലാസ് നെഗ്ലിജിബിൾ തിക്നെസ് ഉള്ള റോഡ്സിനും അപ്ലൈ ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ ഫോർമുല മാസ് കാൽക്കുലേറ്റ് ചെയ്യുവാനുള്ള ഫോർമുലയാണ്. മാസ് എം ഈക്വൽ ടു ∫ ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്, അതായത് ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ കർവ് സിയിലുള്ള ലൈൻ ഇൻ്റഗ്രലാണ് മാസ്. ദെൻ ഫസ്റ്റ് മൊമെൻറ്റ്സ് എബൌട്ട് ദി കോർഡിനേറ്റ് പ്ലെയിൻസ്. അതിൽ ആദ്യത്തേത് ഫസ്റ്റ് മൊമെൻറ്റ് എബൌട്ട് ദി വൈ സെഡ് പ്ലെയിൻ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എം വൈ സെഡ് എന്നാണ്. എം വൈ സെഡ് ഈക്വൽ ടു ∫ എക്സ് ഇൻറ്റു ഡെൽറ്റ ഡി എസ്. സെക്കൻഡ് വൺ ഫസ്റ്റ് മൊമെൻറ്റ് എബൌട്ട് ദി എക്സ് സെഡ് പ്ലെയിൻ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എം എക്സ് സെഡ് ആണ്. എം എക്സ് സെഡ് ഈക്വൽ ടു ∫ വൈ ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ആൻഡ് തേർഡ് വൺ ഫസ്റ്റ് മൊമെൻറ്റ് എബൌട്ട് ദി എക്സ് വൈ പ്ലെയിൻ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എം എക്സ് വൈ എന്നാണ്. എം എക്സ് വൈ ഈക്വൽ ടു ∫ സെഡ് ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ദെൻ സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഫോർമുലാസാണ്. അതിൻ്റെ ഓരോ കോർഡിനേറ്റും കാണുവാനുള്ള ഫോർമുലാസ് ഇവിടെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു എം വൈ സെഡ് ഡിവൈഡഡ് ബൈ എം, അതായത് ഫസ്റ്റ് മൊമെൻറ്റ് എബൌട്ട് വൈ സെഡ് പ്ലെയിൻ ഡിവൈഡഡ് ബൈ എം, അതായത് മാസ്. ദെൻ അതിൽ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വൈ ബാർ ഈക്വൽ ടു എം എക്സ് സെഡ് ഡിവൈഡഡ് ബൈ എം, അതായത് ഫസ്റ്റ് മൊമെൻറ്റ് എബൌട്ട് എക്സ് സെഡ് പ്ലെയിൻ ഡിവൈഡഡ് ബൈ മാസ്. ആൻഡ് തേർഡ് കോർഡിനേറ്റ് അതായത് സെഡ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെഡ് ബാർ ഈക്വൽ ടു എം എക്സ് വൈ ഡിവൈഡഡ് ബൈ എം, അതായത് ഫസ്റ്റ് മൊമെൻറ്റ് എബൌട്ട് എക്സ് വൈ പ്ലെയിൻ ഡിവൈഡഡ് ബൈ മാസ്. ദെൻ സെൻറ്റർ ഓഫ് മാസ് എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ ആണ്. ആ ഒരു പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഓരോ കോർഡിനേറ്റും കാണുവാനുള്ള ഫോർമുലാസാണ് ഇവിടെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുള്ളത്. ദെൻ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, അതായത് സെക്കൻഡ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുവാനുള്ള ഫോർമുലാസാണ് ഇനി പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എക്സ് ആക്സിസ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഐ എക്സ് എന്നാണ്. ഐ എക്സ് ഈക്വൽ ടു ∫ വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ്. അതുപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് വൈ ആക്സിസ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഐ വൈ എന്നാണ്. ഐ വൈ ഈക്വൽ ടു ∫ എക്സ് സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ദെൻ തേർഡ് വൺ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് സെഡ് ആക്സിസ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഐ സെഡ് എന്നാണ്. ഐ സെഡ് ഈക്വൽ ടു ∫ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ദെൻ ജനറലായിട്ട് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എ ലൈൻ എൽ ഈക്വൽ ടു, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഐ എൽ എന്നാണ്. ഐ എൽ ഈക്വൽ ടു ∫ ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ഇവിടെ ആർ ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത ലൈൻ എല്ലിൽ നിന്നും പോയിൻ്റ് എക്സ് വൈ സെഡിലേക്ക്, അതായത് കേവല പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു കേസിൻ്റെ പെർട്ടിക്കുലർ കേസസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അവിടെ എല്ലിന് പകരം ആദ്യത്തെ കേസിൽ എക്സ് ആക്സിസ് ആകുമ്പോഴുള്ള ഫോർമുലയാണ് ഐ എക്സ് ഈക്വൽ ടു ∫ വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ്. അതായത് ആ പോയിന്റിൽ നിന്നും, അതായത് കേവിലെ പോയിന്റിൽ നിന്നും എക്സ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ആർ ഓഫ് എക്സ് വൈ സെഡ്. അത് റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ആണ്. അതിൻ്റെ സ്ക്വയർ വാല്യൂ ആർ സ്ക്വയർ ആണ്, വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ. അത് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഈ മൂന്ന് ഫോർമുലാസും വന്നിട്ടുള്ളത്. അതായത് നാലാമത്തെ ഫോർമുലയുടെ മൂന്ന് പെർട്ടിക്കുലർ കേസസ് ആണ് അവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള മൂന്ന് ഫോർമുലാസ്. ദെൻ നമുക്ക് റേഡിയസ് ഓഫ് ജൈറേഷൻ എബൌട്ട് എ ലൈൻ എൽ, അത് കാണുവാനുള്ള ഫോർമുല ആർ എൽ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ എൽ ഡിവൈഡഡ് ബൈ എം. ദെൻ ഇതിൻ്റെ പെർട്ടിക്കുലർ കേസസ് ആയിട്ട് റേഡിയസ് ഓഫ് ജൈറേഷൻ എബൌട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഡിയസ് ഓഫ് ജൈറേഷൻ എബൌട്ട് എക്സ് ആക്സിസ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ആർ എക്സ് എന്നായിരിക്കും. ആർ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ എക്സ് ഡിവൈഡഡ് ബൈ എം. ഇതുപോലെ തന്നെ ബാക്കി രണ്ട് കേസും കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് ഈ ഫോർമുലാസ് അറിഞ്ഞിരുന്നാൽ മതി, ഇതിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, എ കോയിൽ സ്പ്രിംഗ് ലൈസ് അലോങ് ദി ഹെലിക്സ് ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് 40 ഐ പ്ലസ് സൈൻ 40 ജെ പ്ലസ് ടി കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ. ദി സ്പ്രിംഗ്സ് ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് ഡെൽറ്റ ഈക്വൽ ടു 1. Find the spring's mass and center of mass and its moment of inertia and radius of gyration about z axis. സോ ഇവിടെ ഒരു കോയിൽ സ്പ്രിങ് ലൈ ചെയ്യുന്നത് ഒരു ഹെലിക്സ് പാത്തിലാണ്. അതിന് നമുക്കപ്പോൾ ഒരു ഹെലിക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്.
അതിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് 40 ഐ പ്ലസ് സൈൻ 40 ജെ പ്ലസ് ടി കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ദെൻ അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡെൽറ്റ ഈക്വൽ ടു 1, അതായത് ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 1 ഫോർ ഓൾ എക്സ് വൈ സെഡ്. ദെൻ ആ സ്പ്രിങ്ങിൻ്റെ മാസും സെൻറ്റർ ഓഫ് മാസുമാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് റേഡിയസ് ഓഫ് ജൈറേഷൻ അബൌട്ട് സെഡ് ആക്സിസും കാൽക്കുലേറ്റ് ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ സ്പ്രിങ്ങിൻ്റെ മാസും സെൻറ്റർ ഓഫ് മാസും കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആ സ്പ്രിങ്ങിലായി ചെയ്യുന്ന ഹെലിക്സിനെ സി എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ സിയുടെ വെക്റ്റർ ഇക്വേഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് 40 ഐ പ്ലസ് സൈൻ 40 ജെ പ്ലസ് ടി കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ദെൻ അതിൻ്റെ വെലോസിറ്റി വെക്റ്റർ വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു -4 ഇൻറ്റു സൈൻ 40 ഐ പ്ലസ് 4 ഇൻറ്റു കോസ് 40 ജെ പ്ലസ് കെ. അതിൻ്റെ മോഡുലസ് വാല്യൂ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് മൈനസ് ഓഫ് സൈൻ 40 ഹോൾ സ്ക്വയർ പ്ലസ് 4 കോസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ which is equal to root of 16 sin square 40 plus 16 cos square 40 plus 1. Then sin square 40 plus cos square 40 equal to 1 ആയതുകൊണ്ട് which is equal to root of 16 plus 1 which is equal to root 17. So modulus of V of t equal to root 17. Then mass കാണുവാനുള്ള ഫോർമുല മാസ് ഈക്വൽ ടു എം ഈക്വൽ ടു ഡെൽ ഓവർ സി ഡെൽറ്റ ഡി എസ്. ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് which is equal to ഡെൽ ഓവർ സി ഡി എസ്. ദെൻ നമുക്കറിയാം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെഡ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് ഇ ഓഫ് ടി ഡി ടി. അവിടെ എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും സെഡ് ഓഫ് ടിയും വെക്റ്റർ ആർ ഓഫ് ടിയുടെ കമ്പോണൻസ് ആണ്. അതുപോലെ തന്നെ ടിയുടെ വേരിയേഷൻ ആണ് എ ടു ബി. മോഡുലസ് ഓഫ് ഇ ഓഫ് ടി എന്നുള്ളത് വെക്റ്റർ ആർ ഓഫ് ടിയുടെ വെലോസിറ്റി വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ടി വാരി ചെയ്യുന്നത് 0 മുതൽ 2π വരെയാണ്. ഡെൽറ്റ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും സെഡ് ഓഫ് ടിയും പറ്റി നമുക്ക് ബോധേഡാവേണ്ട ആവശ്യമില്ല. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π മോഡുലസ് ഓഫ് വി ഓഫ് ടി ഡി ടി. ദെൻ മോഡുലസ് ഓഫ് വി ഓഫ് ടി ഒരു കോൺസ്റ്റൻ്റ് ആണ് റൂട്ട് 17. അത് യൂസ് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π റൂട്ട് 17 ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 17 ഇൻറ്റു ടി. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2π ഇൻറ്റു റൂട്ട് 17 എന്ന് കിട്ടും. അതാണ് ആ സ്പ്രിങ്ങിൻ്റെ മാസ്. ദെൻ ഫസ്റ്റ് മൊമെൻറ്റ് അബൌട്ട് വൈ സെഡ് പ്ലെയിൻ അത് കാൽക്കുലേറ്റ് ചെയ്യുവാനുള്ള ഫോർമുല എം വൈ സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ഇവിടെ എക്സ് ഓഫ് ടി എന്നുള്ളത് കോസ് 40 ആണ്. അതുപോലെ ഡെൽറ്റ 1 ആയതുകൊണ്ട് ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π എക്സ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് വി ഓഫ് ടി ഡി ടി. ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π കോസ് 40 ഇൻറ്റു റൂട്ട് 17 ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 17 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π കോസ് 40 ഡി ടി. അതിന് വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് 40യുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് സൈൻ 40 ഡിവൈഡഡ് ബൈ 4. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു റൂട്ട് 17 ഇൻറ്റു 1/4 ഇൻറ്റു സൈൻ 40 എന്ന് കിട്ടും. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സൈൻ 8π എന്നുള്ളത് 0 ആണ്. അതുപോലെ സൈൻ 0യും 0 ആണ്. അതിൽ നിന്നും ഇറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഫസ്റ്റ് മൊമെൻറ്റ് അബൌട്ട് വൈ സെഡ് പ്ലെയിൻ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു എം വൈ സെഡ് ഡിവൈഡഡ് ബൈ എം. ഇവിടെ എം വൈ സെഡ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ഫസ്റ്റ് മൊമെൻറ്റ് അബൌട്ട് എക്സ് സെഡ് പ്ലെയിൻ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എം എക്സ് സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി വൈ ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ദെൻ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡെൽറ്റ ഈക്വൽ ടു 1 ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π വൈ ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് വി ഓഫ് ടി ഡി ടി. ഇവിടെ വൈ ഓഫ് ടി സൈൻ 40 ആണ്. അതുപോലെ മോഡുലസ് ഓഫ് വി ഓഫ് ടി ഒരു കോൺസ്റ്റൻറ്റ് റൂട്ട് 17 ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π സൈൻ 40 ഇൻറ്റു റൂട്ട് 17 ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 17 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π സൈൻ 40 ഡി ടി. ദെൻ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 40യുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് -1/4 കോസ് 40. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് 17 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു കോസ് 40. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കോസ് 8π 1 ആണ്. അതുപോലെ കോസ് 0യും 1 ആണ്. സോ 1 - 1 ഈക്വൽ ടു 0 എന്ന് വരും. സോ എം എക്സ് സെഡ് ഈക്വൽ ടു 0. അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ വൈ കോർഡിനേറ്റും 0 ആയിരിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എം എക്സ് സെഡ് ഡിവൈഡഡ് ബൈ എം ആണ്. ഇവിടെ എം എക്സ് സെഡ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ വൈ കോർഡിനേറ്റും 0 ആയിരിക്കും. ദെൻ ഫസ്റ്റ് മൊമെൻറ്റ് അബൌട്ട് ദി എക്സ് വൈ പ്ലെയിൻ അത് കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല എം എക്സ് വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി സെഡ് ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ദെൻ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡെൽറ്റ ഈക്വൽ ടു 1 ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു
ഇൻറ്റൽ 0 to 2 pi z of t ഇൻറ്റു മോഡുലസ് ഓഫ് വി ഓഫ് ടി ഡി ടി. ഇവിടെ z ഓഫ് ടി ഈക്വൽ ടു ടിയും മോഡുലസ് ഓഫ് വി ഓഫ് ടി √17 അത് യൂസ് ചെയ്യുമ്പോൾ എം എക്സ് വൈ ഈക്വൽ ടു ഇൻറ്റൽ 0 to 2 pi ടി ഇൻറ്റു √17 ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു √17 ഇൻറ്റു ഇൻറ്റൽ 0 to 2 pi ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു √17 ഇൻറ്റു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2 pi സ്ക്വയർ ഇൻറ്റു √17 എന്ന് കിട്ടും. സോ എം എക്സ് വൈ ഈക്വൽ ടു 2 pi സ്ക്വയർ ഇൻറ്റു √17. ദെൻ സെൻറ്റർ ഓഫ് മാസിൻ്റെ സെറ്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെറ്റ് ബാർ ഈക്വൽ ടു എം എക്സ് വൈ ഡിവൈഡഡ് ബൈ എം. ഇവിടെ എം എക്സ് വൈ 2 pi സ്ക്വയർ ഇൻറ്റു √17 ആണ്. അതുപോലെ എം എന്നുള്ളത് 2 pi ഇൻറ്റു √17 ആണ്. സോ എം എക്സ് വൈ ഡിവൈഡഡ് ബൈ എം എന്നുള്ളത് പൈ എന്ന് കിട്ടും. സോ സെൻറ്റർ ഓഫ് മാസിൻ്റെ സെറ്റ് കോർഡിനേറ്റ് പൈ ആണ്. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സും വൈയും കോർഡിനേറ്റ്സ് 0 ആണ്. സോ സെൻറ്റർ ഓഫ് മാസ് അതൊരു പോയിൻ്റ് ആയിരിക്കും. ആ പോയിൻ്റ് 0 0 pi എന്നുള്ള പോയിൻ്റ് ആയിരിക്കും. ദെൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് സെഡ് ആക്സിസും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് സെഡ് ആക്സിസുമാണ്. നമുക്ക് ആദ്യം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് സെഡ് ആക്സിസ് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഐ സെഡ് ഈക്വൽ ടു ഇൻറ്റൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ഡെൽറ്റ ഈക്വൽ ടു 1 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എസ്. ദെൻ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഇൻറ്റൽ 0 to 2 pi എക്സ് സ്ക്വയർ ഓഫ് ടി പ്ലസ് വൈ സ്ക്വയർ ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് വി ഓഫ് ടി ഡി ടി. ഇവിടെ എക്സ് ഓഫ് ടി കോസ് 40 ആണ്, അതുപോലെ വൈ ഓഫ് ടി സൈൻ 40 ആണ്. സോ അത് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മോഡുലസ് ഓഫ് വി ഓഫ് ടി √17 ആണ്. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു √17 ഇൻറ്റു ഇൻറ്റൽ 0 to 2 pi കോസ് സ്ക്വയർ 40 പ്ലസ് സൈൻ സ്ക്വയർ 40 ഡി ടി. ദെൻ കോസ് സ്ക്വയർ 40 പ്ലസ് സൈൻ സ്ക്വയർ 40 എന്നുള്ളത് 1 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു √17 ഇൻറ്റു ഇൻറ്റൽ 0 to 2 pi ഡി ടി. അതിന് വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ √17 ഇൻറ്റു ടി എന്ന് കിട്ടും. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2 pi ഇൻറ്റു √17 എന്ന് കിട്ടും. അതാണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് സെഡ് ആക്സിസ്. ദെൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് സെഡ് ആക്സിസ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആർ സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ സെഡ് ഡിവൈഡഡ് ബൈ എം. സോ ഇവിടെ ഐ സെഡിൻ്റെ വാല്യൂ 2 pi ഇൻറ്റു √17 ആണ്. അതുപോലെ തന്നെ എമ്മും 2 pi ഇൻറ്റു √17 ആണ്. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് സെഡ് ആക്സിസ് ആർ സെഡ് ഈക്വൽ ടു root of 2 pi into √17 divided by 2 pi into √17 which is equal to 1. So radius of gyration about z axis equal to 1. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ലെൻഡർ മെറ്റൽ ആർച്ച് ഡെൻസർ അറ്റ് ദി ബോട്ടം ദാൻ ടോപ്പ് lies along the semicircle y square plus z square equal to 1 z greater than or equal to 0 in the yz plane. Find the center of the arch's mass if the density at the point xyz on the arch is ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 2 - z. സോ ഇവിടെ ഒരു മെറ്റൽ ആർച്ച് ലൈ ചെയ്യുന്നത് ഒരു സെമി സർക്കുലർ കേവിലാണ്. അതായത് വൈ സെഡ് പ്ലെയിനിലുള്ള വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. അത് വൈ സെഡ് പ്ലെയിനിലെ ഫസ്റ്റ് 2 ക്വാഡ്രൻറ്റിൽ ലൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു കേവാണ്. സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആ ഒരു കേവിൻ്റെ ഷേപ്പിലുള്ളതാണ് തന്നിട്ടുള്ള മെറ്റൽ ആർച്ച്. അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 2 - z. ദെൻ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈ സെഡ് പ്ലെയിനിലുള്ള വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള സെമി സർക്കിളിനെ സി എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാരാമെട്രിക് ഇക്വേഷനാണ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു കോസ് തീറ്റ സെഡ് ഈക്വൽ ടു സൈൻ തീറ്റ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. കാരണം അത് വൈ സെഡ് പ്ലെയിനിലുള്ള ഒരു കേവാണ്. സോ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ദെൻ ഇത് വൈ സെഡ് പ്ലെയിനിലുള്ള 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളാണ്. സോ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ വൈ ഈക്വൽ ടു കോസ് തീറ്റ സെഡ് ഈക്വൽ ടു സൈൻ തീറ്റ. ദെൻ തന്നിട്ടുള്ള കേവ് ഒരു സെമി സർക്കിൾ ആയതുകൊണ്ട് ഫസ്റ്റ് 2 ക്വാഡ്രൻറ്റിലുള്ള സർക്കിളിൻ്റെ പോർഷൻ ആയതുകൊണ്ട് തീറ്റയുടെ വേരിയേഷൻ തീറ്റ ഈക്വൽ ടു 0 മുതൽ തീറ്റ ഈക്വൽ ടു പൈ വരെ ആയിരിക്കും. സോ സി എന്നുള്ള കേവിൻ്റെ ഒരു പാരാമെട്രിക് ഇക്വേഷനാണ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു കോസ് തീറ്റ സെഡ് ഈക്വൽ ടു സൈൻ തീറ്റ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. സോ കേവ് സിയുടെ ഒരു വെക്റ്റർ ഇക്വേഷനാണ് ആർ ഓഫ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ജെ പ്ലസ് സൈൻ തീറ്റ കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. ദെൻ അതിൻ്റെ വെലോസിറ്റി വെക്റ്റർ വി ഓഫ് തീറ്റ ഈക്വൽ ടു ഡി ആർ ബൈ ഡി തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ ജെ പ്ലസ് കോസ് തീറ്റ കെ. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് വി ഓഫ് തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് മൈനസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 1. ദെൻ മെറ്റൽ ആർച്ചിൻ്റെ മാസ് എം ഈക്വൽ ടു ഇതിൻ്റെ ലോവർ സി ഡെൽറ്റ ഡി എസ്. ഇവിടെ ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 2 - z ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ലോവർ സി 2 - z ds. ദെൻ
ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi 2 minus z of theta into modulus of v of theta d theta. ഇവിടെ z of theta sin theta ആണ്, അതുപോലെ modulus of v of theta 1 ആണ്. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi 2 minus sin theta d theta. ദെൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് 2 തീറ്റ. അതുപോലെ തന്നെ സൈൻ തീറ്റയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് മൈനസ് കോസ് തീറ്റ. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2 തീറ്റ പ്ലസ് കോസ് തീറ്റ. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2 പ്ലസ് കോസ് പൈ മൈനസ് കോസ് 0 എന്ന് കിട്ടും. കോസ് പൈ -1 ആണ്, അതുപോലെ കോസ് 0 1 ആണ്. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 2, അതായത് 2 ഇൻറ്റു പൈ -1. അതാണ് മെറ്റൽ ആർച്ചിൻ്റെ മാസ്. ദെൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സെൻറ്റർ ഓഫ് മാസ് ആണ്. അതിനു വേണ്ടി നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഓരോ കോർഡിനേറ്റും കണ്ടുപിടിക്കാം. അതിനു മുമ്പ് ആദ്യം ഫസ്റ്റ് മൊമെൻറ്റ് എബൌട്ട് ദി വൈ സെഡ് പ്ലെയിൻ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല MYZ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ഇവിടെ എക്സ് ഓഫ് തീറ്റ 0 ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ബാക്കി കാൽക്കുലേഷൻസിൻ്റെ ആവശ്യമില്ല. എക്സ് ഓഫ് തീറ്റ 0 ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് MYZ ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല MYZ ഡിവൈഡഡ് ബൈ M ആണ്. MYZ ഈക്വൽ ടു 0 ആയതുകൊണ്ട് എക്സ് ബാർ ഈക്വൽ ടു 0, അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ഫസ്റ്റ് മൊമെൻറ്റ് എബൌട്ട് ദി എക്സ് പ്ലെയിൻ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല MXZ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി വൈ ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു 2 മൈനസ് z ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി വൈ ഇൻറ്റു 2 മൈനസ് z ഡി എസ്. ദെൻ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi y of theta ഇൻറ്റു 2 മൈനസ് z of theta ഇൻറ്റു മോഡുലസ് ഓഫ് v of theta d theta. ഇവിടെ y of theta ഈക്വൽ ടു കോസ് തീറ്റ, z of theta ഈക്വൽ ടു സൈൻ തീറ്റ, മോഡുലസ് ഓഫ് v of theta ഈക്വൽ ടു 1. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi കോസ് തീറ്റ ഇൻറ്റു 2 മൈനസ് സൈൻ തീറ്റ d തീറ്റ. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to pi 2 കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ d തീറ്റ. ദെൻ കോസ് തീറ്റ സൈൻ തീറ്റ എന്നുള്ളത് ഹാഫ് ഇൻറ്റു സൈൻ 2 തീറ്റയാണ്. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi 2 കോസ് തീറ്റ മൈനസ് ഹാഫ് സൈൻ 2 തീറ്റ d തീറ്റ. ദെൻ അതിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 കോസ് തീറ്റയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് 2 സൈൻ തീറ്റ. അതുപോലെ തന്നെ സൈൻ 2 തീറ്റയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ പ്ലസ് 1/4 ഇൻറ്റു കോസ് 2 തീറ്റ. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സൈൻ പൈയുടെ വാല്യൂ 0 ആണ്. സൈൻ 0 0, കോസ് 2 ഈക്വൽ ടു 1, കോസ് 0 ഈക്വൽ ടു 1. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് MXZ ഈക്വൽ ടു 0. അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ y കോർഡിനേറ്റും 0 ആയിരിക്കും. കാരണം അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല y ബാർ ഈക്വൽ ടു MXZ ഡിവൈഡഡ് ബൈ M. ഇവിടെ MXZ ഈക്വൽ ടു 0 ആയതുകൊണ്ട് y ബാർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ y കോർഡിനേറ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ഫസ്റ്റ് മൊമെൻറ്റ് എബൌട്ട് ദി XY പ്ലെയിൻ അത് കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല MXY ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി z ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ദെൻ ഇവിടെ ഡെൽറ്റ ഓഫ് XYZ എന്നുള്ളത് 2 മൈനസ് z ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി z ഇൻറ്റു 2 മൈനസ് z ഡി എസ്. ദെൻ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi z ഓഫ് തീറ്റ ഇൻറ്റു 2 മൈനസ് z ഓഫ് തീറ്റ ഇൻറ്റു മോഡുലസ് ഓഫ് v ഓഫ് തീറ്റ d തീറ്റ. ദെൻ ഇവിടെ z ഓഫ് തീറ്റ സൈൻ തീറ്റയാണ്. അതുപോലെ മോഡുലസ് ഓഫ് v ഓഫ് തീറ്റ ഈക്വൽ ടു 1 ആണ്. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi സൈൻ തീറ്റ ഇൻറ്റു 2 മൈനസ് സൈൻ തീറ്റ d തീറ്റ. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to pi 2 സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ d തീറ്റ. ദെൻ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi 2 സൈൻ തീറ്റ മൈനസ് ഹാഫ് ഇൻറ്റു 1 മൈനസ് കോസ് 2 തീറ്റ d തീറ്റ. ദെൻ ഇതിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 സൈൻ തീറ്റയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് -2 കോസ് തീറ്റ. കോൺസ്റ്റൻറ്റ് 1/2ൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് 1/2 ഇൻറ്റു തീറ്റ. അതുപോലെ കോസ് 2 തീറ്റയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു -2 കോസ് തീറ്റ മൈനസ് തീറ്റ ബൈ 2 പ്ലസ് സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 4. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കോസ് പൈ ഈക്വൽ ടു -1, കോസ് 0 ഈക്വൽ ടു 1, സൈൻ 2 ഈക്വൽ ടു 0, സൈൻ 0 ഈക്വൽ ടു 0. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ 8 മൈനസ് പൈ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതാണ് MXY. സോ MXY ഈക്വൽ ടു 8 മൈനസ് പൈ ഡിവൈഡഡ് ബൈ 2.
ദെൻ സെൻറ്റർ ഓഫ് മാസിൻ്റെ സെറ്റ് കോർഡിനേറ്റ് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെറ്റ് ബാർ ഈക്വൽ ടു എം എക്സ് വൈ ഡിവൈഡഡ് ബൈ എം. ഇവിടെ എം എക്സ് വൈ 8 - π ഡിവൈഡഡ് ബൈ 2 ആണ്. അതുപോലെ അതിൻ്റെ മാസ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, എം ഈക്വൽ ടു 2 × π - 1 ആണ്. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സെറ്റ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു 8 - π ഡിവൈഡഡ് ബൈ 4 × π - 1. നമുക്ക് ഓൾറെഡി സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു 0 അതുപോലെ വൈ കോർഡിനേറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ സെൻറ്റർ ഓഫ് മാസ് ഈസ് 0, 0, 8 - π ഡിവൈഡഡ് ബൈ 4 × π - 1.